പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ മുതലേ നമ്മൾ കേൾക്കുന്ന ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ 23 വയസ്സായ ആ ഒരു മോൻ 5 പേരെയാണ് ഒരു കരുണയുമില്ലാതെ വെട്ടിക്കൊന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നത്. അതായത് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ കൊച്ചനുജനെ പോലും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നുകളയാണ് ചെയ്തത്. അപ്പോൾ അനിയനെ ഭയങ്കര സ്നേഹമാണ്, ബൈക്കിലൊക്കെ കയറ്റി പോകുന്നതൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെയാണ് ആൾക്കാരൊക്കെ പറയുന്നത്, നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ആൾക്കാർ കുറച്ച് ഇവനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. സാമ്പത്തിക വിഷയമുണ്ടെന്നാണ് ഇന്നലെ കിട്ടിയ റിപ്പോർട്ടിൽ. അദ്ദേഹത്തിൻ്റെ വാപ്പാകും സാമ്പത്തിക ബാധ്യതകൾ അവിടെ ഉണ്ട് ഗൾഫിൽ. പിന്നെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതിലാണ് ഇത്രയും വിഷയത്തിലോട്ട് പോയത്. ആശ്രയത്തിൽ വാപ്പന്മാരടുത്ത് പോയി, അവൻ്റെ മൂത്താപ്പാരടുത്ത് പോയി, അവൻ്റെ വീട്ടിൽ വന്നു. ഒന്നും ഒരു സ്ഥിരമായില്ല. അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിയെന്നാണ് തോന്നുന്നത്. നമ്മളെ സംശയം, നാട്ടുകാരെന്നുള്ള ഒരു സംശയം. മാലയൊക്കെ ചോദിച്ചിരുന്നു, അവർ കൊടുത്തില്ല. മോതിരത്തിൻ്റെ കേസ് എന്തരാ ഉണ്ടോ, അത് ഇത് വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും നോക്കിയാലും അനിയനെയും കൊണ്ട് തന്നെ ബുള്ളറ്റിൽ പോവുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ വന്നാലും അവരും നല്ല രീതിയിൽ നമ്മളെ സഹായിക്കാറൊക്കെ ഉണ്ട്. ആര് വന്നാലും ആ ഒരു മനോഭാവമുള്ള കുടുംബം തന്നെയാണ്. എതിർപ്പാണ് എന്നാണ് പൂർണ്ണ വിശ്വാസം. അത് അവൻ്റെ മാനസിക ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അംഗീകരിക്കാത്തതും ഇവന് ചോദിച്ചപ്പോൾ കൊടുക്കാത്തതും, ഇനി അതിൻ്റെ പിന്നിൽ ഇവൻ്റെ മൂത്താപ്പ അവരുടെ അടുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞ അതിൻ്റെ വാശിയായിരിക്കും മൂത്താപ്പായി തീർത്തതും. ഇനി എല്ലാം യവൻ കറക്റ്റ് പറഞ്ഞല്ലേ അറിയാക്കോളൂ. കാര്യം നല്ലപോലെ മര്യാദയായിട്ട് വലിയ കൂട്ടുകെട്ടൊന്നും. അപ്പോൾ അതിനുശേഷം ഈ കൊലപാതകമൊക്കെ നടത്തിയതിന് ശേഷം ഈ കുട്ടി ഓട്ടോ ഒക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഒരു 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി പറയുന്ന കാരണങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കാരണങ്ങളൊക്കെ വരുന്നുണ്ട് പുറത്തേക്ക്. പക്ഷേ കൃത്യമായ കാരണം എന്താണെന്നുള്ളത് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛന് ഇപ്പം ഗൾഫിൽ പുറത്താണുള്ളത്. അപ്പോൾ 75 ലക്ഷത്തിനടുപ്പിച്ച് കടം അച്ഛന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കടമൊക്കെ തീർത്തിട്ട് അച്ഛനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിതാക്കുന്നുണ്ടായിരുന്നു. കാരണം മൂത്ത കുട്ടിയാണല്ലേ വീട്ടിലെ, പറഞ്ഞിതാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടി ഒരു പെണ്ണിനെ കൊന്നല്ലോ, തൻ്റെ കാമുകിയെ. ആ കുട്ടിയെയും വീട്ടുകാർ വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ല, പെണ്ണിൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല എന്നൊക്കെയുള്ള ന്യൂസൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിലൊക്കെ പ്രകോപിതനായിട്ടാണ് ആ കുട്ടി ഇത് ചെയ്തത് എന്നാണ് ഇപ്പോൾ ഒരു ന്യൂസ് ഇങ്ങനെ പരക്കുന്നത്. എന്ത് തന്നെ ആയാലും ഈ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നല്ലതാണെന്നൊന്നും പറയാൻ പറ്റില്ല. വലിയൊരു സംഭവം തന്നെയാണ് നമ്മളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഈ 2025 തുടങ്ങിയത് മുതൽ ഇവിടെ ഒരുപാട് മോശം കാര്യങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം കേരളക്കര ആകെ തരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇതൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത്. കാരണം അനുജന് മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ എന്തിനാണത് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കുട്ടി അങ്ങനെ വീട്ടിൽ അതായത് പിതാവിൻ്റെ ഉമ്മയുടെ അടുത്ത് പോയി അവിടുന്ന് ആ ഉമ്മയുടെ കഴുത്തിലുള്ള മാലക്ക് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉമ്മ ആ മാല കൊടുത്തില്ല. ഇവനെ ചെറുപ്പത്തിൽ മുതലേ ലാളിച്ച് ഇവനെ പോറ്റി വളർത്തി ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച ഉമ്മൂമ്മയാണല്ലേ. ആ ഉമ്മൂമ്മയാണ് നിഷ്കരുണം തലക്കടിച്ച് കൊന്നത്. അതെന്ന് വെച്ചാൽ ആ മാലക്ക് ചോദിച്ച് കൊടുക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഉമ്മൂമ്മ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വയസ്സാം കാലത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പോലും അവൻ എങ്ങനെയാണിത് തോന്നിയത്? അവൻ മദ്യമൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും മയക്കുമരുന്നിന് അടിമയാണോ എന്നൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ഒരു 80% തലമുറയും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇപ്പം പുറത്തു വന്നിട്ടില്ല. എന്താണ് ഇതിൻ്റെ കൃത്യമായ കാരണം എന്നൊന്നും പുറത്തു വന്നിട്ടൊന്നുമില്ല.
എന്ത് തന്നെയായാലും ഈ കുട്ടി പറഞ്ഞാൽ മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്വന്തം പെറ്റ ഉമ്മയെ വരെ തലക്കടിച്ചു കൊന്ന് അത്രയും ക്രൂരമായിട്ടാണ് ആ സ്ത്രീയെ ചെയ്തിരിക്കുന്നത്. അവരിപ്പോൾ പാതി ജീവനോടെ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. അപ്പോൾ പകുതി ജീവൻ വന്നപ്പോൾ തന്നെ തൻ്റെ ഇളയ മകൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നാണ് പോലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മകൻ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യമൊന്നും ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇവൻ എന്തിനാണ് ഇത്രയും സ്നേഹമുള്ളവരെയൊക്കെ കൊന്നത് എന്നാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. തൻ്റെ കാമുകിയെ എല്ലാം നിഷ്കരണം, ആ കുട്ടിയുടെ ഉമ്മ പൊട്ടിക്കരയാണ്. സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോള് മരിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഉമ്മ കരയുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സത്യാവസ്ഥ എന്നറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി എന്തായാലും എടുക്കും. അപ്പം ഇവൻ എന്ത് തന്നെ പറഞ്ഞാലും ഈ കുട്ടിയെ ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റുന്നതല്ല. പറയുന്നു അധ്യാപകന്മാർ വടിയെടുക്കാതെ കൊണ്ട് ചെറുപ്പത്തിലേ കുട്ടികൾ ഇതുപോലെയൊക്കെ ആയി മാറുന്നു എന്നൊക്കെ പറഞ്ഞ് അധ്യാപകന്മാരൊക്കെ എങ്ങനെ വടിയെടുക്കും? വടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഓരോ സംഘടനയും അതുപോലെ തന്നെ പേരൻസും ഒക്കെ വന്നിട്ട് പ്രശ്നമാണ് സ്കൂളിൽ. തൻ്റെ മക്കളെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വടിയെടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും അവർക്കൊക്കെ ശിക്ഷിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇപ്പോൾ ഉണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചൊരു 2 രൂപ കിട്ടിയാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നുള്ള കുട്ടികൾക്ക് ഒരു 100 രൂപ കിട്ടിയാൽ തന്നെ ഇന്നുള്ള കുട്ടികൾക്കൊന്നും തികയുന്നില്ല. അവർ 100 റുപ്യയും കൊണ്ടാണ് അവർ സ്കൂളിലേക്കൊക്കെ പോയാൽ അവർക്ക് തികയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കുട്ടികളെല്ലാം പോകുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ കുട്ടി താൻ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും ഒക്കെയാണ്. അവരെടുക്കുകയും പോയി പൈസയ്ക്ക് ചോദിച്ച് കിട്ടാനായിട്ട് അവരെയൊക്കെ ആ കുട്ടി നിഷ്കരണം കൊന്നു തള്ളി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആകെ വിഷമമാവുന്നു. എന്തായാലും ആ കുട്ടി സ്വബോധത്തോടെ ഇത് ചെയ്യുമെന്ന് തോന്നുന്നു. ഈ സ്വബോധത്തോടെ ആയാൽ തന്നെ അവനെ ഇതുപോലെ തന്നെ ചെയ്യാണ് വേണ്ടത്. അവൻ ഒരിക്കലും എത്ര പ്രകോപിപ്പിച്ചാലും ആൾക്കാർ ഇത്രയും കടമൊക്കെ അച്ഛന് ബാധ്യത വന്ന് 2 ബൈക്കൊക്കെ വാങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. ആ കുട്ടി പൈസയിൽ ഇങ്ങനെ ലാവിഷായി നടക്കുന്ന കുട്ടിയായിരിക്കാം. പെട്ടെന്നൊരു ദിവസം സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ ഒന്നും താങ്ങാൻ പറ്റാതെ വിചാരിച്ചിട്ടുണ്ടാവും കാമുകി വേറെ ആളുടെ കൂടെ പോയാലോ. അപ്പോൾ അതൊക്കെ അവിടെ ഒരു പൊസസീവ്നെസ്സും ഒരു സെൽഫിഷൊക്കെ ആയി ആ കുട്ടി. അങ്ങനെ ആയിരിക്കണം അവരെയൊക്കെ കൊന്നിട്ടുണ്ടാവുക. പിന്നെ അനുജനെയൊക്കെ നോക്കേണ്ട കടമ ഇവനെയാണ്. അതിനൊന്നും ആവാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഇതൊരു വല്ലാത്തൊരു സംഭവം, കേരളത്തെ മൊത്തം നടുക്കിയൊരു സംഭവമായിട്ട് നമുക്ക് കരുതാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലായാലും എവിടെ തന്നെ ആയാലും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു വിഷമമാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ള കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ സമൂഹത്തിലായാലും നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ. എല്ലാവരും മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.